വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 40 വരെ തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൂതൻ അറിയിച്ച സന്ദേശം വിശ്വസിക്കാത്തതുകൊണ്ടോ, ദൂതൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയുന്നതിനോ വേണ്ടിയല്ല മറിയം സഖറിയായുടെ ഭവനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ആത്മീയ അർത്ഥതലത്തിൽ നാം നോക്കുമ്പോൾ സ്നാപക യോഹന്നാനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച മറിയം യേശുവുമായിട്ട് പോവുകയാണ്. നസ്രത്തിൽ നിന്നും ഏൻഗരീമിലുള്ള ഈ സഖറിയായുടെ ഭവനത്തിലേക്ക് ഏകദേശം 90 മൈൽ ദൂരമാണുള്ളത്. അന്നത്തെ നിലയ്ക്ക് 3 മുതൽ 4 വരെ ദിവസങ്ങളെടുക്കും അവിടെ ചെന്നെത്തുവാനായിട്ട്. ഇത്രമാത്രം ദൈർഘ്യമുള്ള ഒരു യാത്ര ഈ അവസ്ഥയിൽ പുറപ്പെട്ടു പോകുവാൻ മറിയത്തെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഏതൊരു വ്യക്തിയിലും നിറയുന്ന ശുശ്രൂഷ മനോഭാവമാണ്. ഉയർന്ന തലത്തിലുള്ള ഒരാൾ തന്നെക്കാൾ എളിയ തലത്തിലുള്ള ഒരാളുടെ അടുക്കിലേക്കാണ് പോകുന്നത്. അതായത് ദൈവത്തിൻ്റെ മാതാവാകാൻ, മാതാവാകാൻ വിളിക്കപ്പെട്ടവള് ദൈവപുത്രന് മുന്നോടിയായിട്ട് വരേണ്ട പ്രവാചകന്റെ അമ്മയുടെ അടുക്കിലേക്ക്, രക്ഷകനായ ദൈവപുത്രൻ തനിക്ക് മുന്നോടിയായിട്ട് വരാനിരിക്കുന്ന മനുഷ്യ പ്രവാചകന്റെ സന്നിധിയിലേക്ക്, ഉയർന്ന നിലയിൽ നിന്നും താഴ്ന്നവരുടെ അടുക്കിലേക്കാണ് ഈ യാത്ര പോകുന്നത്. മറിയം അവരുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറയുന്ന ഏതൊരു വ്യക്തിയിലും കാണുന്ന ഈ മനോഭാവം, താഴ്മയുടെ തലങ്ങളിലേക്ക് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാനുള്ള മനസ്സ്. രണ്ടാമതായിട്ട് ദൗത്യത്തിന് വേണ്ടിയുള്ള, തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി, ഇത് മാതാവിനോട് ദൂതൻ പറഞ്ഞ കാര്യമല്ല പോയി എലിസബത്തിനെ അഭിവാദനം ചെയ്യണമെന്ന്. എന്നാൽ ആത്മാവ് നൽകുന്ന പ്രേരണയിൽ ഗർഭിണിയായിരിക്കുന്ന വൃദ്ധയായ എലിസബത്തിന് സഹായം ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി മറിയം യാത്ര പുറപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഏതൊരാൾക്കും വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കില്ല. യാത്രയുടെ ദൈർഘ്യമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അവരെ തളർത്തുന്നില്ല. അവർ ശുശ്രൂഷയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.